സാർ നമസ്കാരം. നമസ്കാരം. കുറേ കാലത്തെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണ്ടും മാധ്യമങ്ങൾക്ക് നേരെ കുറിച്ചു ചാടുന്നൊരു കാഴ്ചയാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റി നടക്കുന്ന ഡൽഹിയിൽ കേരള ഹൗസിൽ കണ്ടത്. അവിടെ സുർജിത് ഹർകിഷൻ സിംഗിൻ്റെ മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നുണ്ടായിരുന്നത്. അവിടെ രാവിലെ ഈ കേന്ദ്ര കമ്മിറ്റി കൂടാൻ വേണ്ടി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരെ എന്നോണം ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ കേട്ടപാടെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും എല്ലാം മാറുന്നത് നമുക്ക് ക്യാമറയിൽ പെട്ടെന്ന് കാണാൻ സാധിക്കും. പൊതുവെ ഗൗരവക്കാരനായ പിണറായി വിജയൻ്റെ മുഖം വീണ്ടും ഗൗരവം കൊണ്ട് വലിഞ്ഞു മുറുകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നിങ്ങളോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം, വെറുതെ വടിയും കൊണ്ട് കാത്തു നിൽക്കണ്ട എന്നാണ് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞത്. രാവിലെ അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ ഈ കടന്നുകയറ്റം കാരണം അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് പോലും അദ്ദേഹത്തിന് കാലെടുത്ത് വയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ പെടുകയും പിന്നീട് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം തൻ്റെ കാറിലേക്ക് കാലെടുത്ത് വെച്ചതുമല്ല. അതിലും അദ്ദേഹത്തിന് കനത്ത നീരസവും നിരാശയും ദേഷ്യവും ഉണ്ടായിരുന്നു. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പഴയപടി മാധ്യമങ്ങളോട് വീണ്ടും കയർക്കുന്ന പിണറായി വിജയനാണ് കണ്ടത്. പലപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യൻ മുന്നോട്ട് എവിടെയെങ്കിലും പോകാൻ നേരത്ത് നിങ്ങൾ ഈ കുന്ത്രാണ്ടവുമായി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്ന പിണറായി വിജയൻ, കോവിഡ് കാലത്ത് പോലും എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്ന പത്രസമ്മേളനം നടത്തുന്ന പിണറായി വിജയൻ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളിയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പാർട്ടി അനുഭാവമുള്ള പത്രങ്ങളുടെയോ ലേഖകരെ ഏർപ്പെടുത്തി അവരെഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ചിരിച്ചു കളിച്ച് മറുപടി പറയുന്ന പിണറായി വിജയൻ, എപ്പോഴും ചോദ്യങ്ങളെ അസഹിഷ്ണുതാപൂർവ്വം നേരിട്ടിരുന്ന പിണറായി വിജയൻ പിന്നീട് ഒരിടക്കാലത്ത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും ഒട്ടൊന്ന് ഒതുങ്ങിയതായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പരാജയം നേരിട്ടു. ആ പരാജയത്തിൻ്റെ പാപഭാരം മുഴുവൻ പിണറായി വിജയനാണ് എന്ന് CPM-ലെ മുതിർന്ന നേതാക്കളും കുറിയ നേതാക്കളുമെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെടുന്ന അവസരത്തിലാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റി കൂടുന്ന അവസരത്തിൽ പിണറായി വിജയനോട് മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യവുമായി വരുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പൊട്ടിത്തെറിക്കുക തന്നെയായിരുന്നു. നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം, വെറുതെ വടിയുമായി വരണ്ട എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ അഴിമതിയും അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ അനീതിയും പൊതുസമൂഹത്തോട് ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു വേള പിണറായി വിജയൻ്റെ മാധ്യമ രംഗത്തുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റം അനുഭവിച്ചിട്ടുള്ള, വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് വീഴാൻ പോകുന്ന വൻമരം എന്ന് വേണമെങ്കിൽ വൻമരമായിരുന്നു കഴിഞ്ഞ 1998 മുതൽ 2026 വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടും കേരളത്തെ ഭരിക്കുകയും തൻ്റെ കൈപ്പിടിയിൽ ഭരണത്തെയും അതേപോലെ പാർട്ടിയെയും കൈവിലിട്ട് അമ്മാനമാടുകയും ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കയ്യിലിട്ട് അമ്മാനമാടുകയും ചെയ്തിട്ടുള്ള ഒരാളിനെ നമുക്ക് അങ്ങനെ കാണാതിരിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഭീകരനായ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാം തിരിച്ചറിയും ജനങ്ങൾ. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് വളരെ ഭവിഷ്യത്ത് നേരിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിക്കുന്ന കാര്യം. പിണറായി വിജയൻ പഴയ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി മാറിയപ്പോൾ ചില പൊടിക്കൈകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രയോഗിച്ചു നോക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ണ് പൊട്ടി ഒഴുകിയ വയനാട്ടിൽ അദ്ദേഹം ചെല്ലുകയും അവിടെ മുണ്ട് മടക്കി കുത്തി അവിടെ സാധാരണക്കാരെ പോലെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രെയിൻ യാത്രയിലൊക്കെ അദ്ദേഹം വളരെ സാധാരണക്കാരനെ പോലെ പെരുമാറി. അങ്ങനെ കുറേ കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആരുമില്ലാതെ, അംഗരക്ഷകരില്ലാതെ ഇരിക്കുന്ന രംഗങ്ങൾ. എനിക്ക് എക്സ്കോർട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ളൂ ആള്. കാരണം ആള് ഷോ ചെയ്യാൻ നോക്കിയപ്പം പിന്നെ അതിൻ്റെ പിന്നാലെ വരുന്നു പിണറായി വിജയനെതിരെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ. മറ്റാരുമല്ല, EP ജയരാജനാണ് തുടങ്ങി വെച്ചത്. അതിന് പിന്നാലെ ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, പിന്നെ കേരളത്തിലെ അണികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പിണറായി വിജയനെ തള്ളിക്കൊണ്ടുള്ള VD സതീശന് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇത് അദ്ദേഹം ഒരിക്കലും ഓർക്കാത്ത ഒരു കാര്യമാണ്. താൻ മുണ്ട് മടക്കി കുത്തിയാൽ, സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ
അതോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തെ വി ഡി സതീശനെ പോലെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങൾക്ക് സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഇതൊക്കെ അഭിനയമാണെന്ന് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടല്ലോ. കാരണം അദ്ദേഹം മറുഭാഗത്ത് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാണ്. ഇത് അഭ്യാസം കാണിക്കാണ്, ഒരു ചില പ്രത്യേക PR വർക്കിൻ്റെ നിർദ്ദേശപ്രകാരം പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസം ഏറ്റവും ഞെട്ടിച്ച് കളയുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ ആഞ്ഞും അദ്ദേഹത്തിന് മുഖത്തടിക്കുന്ന പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. അദ്ദേഹത്തെ ഒരു ചുക്കുമല്ല, അദ്ദേഹം പാർട്ടിയിലൊന്നുമല്ല, അദ്ദേഹം മുമ്പത്തെ മുഖ്യമന്ത്രി എന്നുള്ളൊരു വിലയില്ല, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ഒരു പുല്ല് വിലയുമില്ല എന്നുള്ള നിലയിലാണ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാർ അദ്ദേഹത്തെ നിലത്തിട്ട് ചവിട്ടിയത്. ഇന്ന് ഡൽഹിയിൽ അത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇത്രയും ഭീകരമായ രൂപത്തിൽ തൻ്റെ കൂടെയുള്ള നേതാക്കന്മാർ ചവിട്ടുമെന്നോ കണ്ണൂർ ലോബി അദ്ദേഹത്തിനെതിരെ ഉണർന്നു പ്രവർത്തിക്കുമെന്നോ അദ്ദേഹം കരുതിയല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഡൽഹിയിലെ പത്രക്കാർ ചോദിച്ചത്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന രീതിയാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. നീലക്കുറുക്കൻ എങ്ങനെയായാലും ഭരണിയിൽ വീണ് നീല നിറമായാലും യഥാർത്ഥ സ്ഥലത്തെത്തുമ്പോൾ കൂവില്ലേ, അതേപോലെ പിണറായി വിജയൻ യഥാർത്ഥ സ്വരൂപമാണ് ഇപ്പോൾ കാണിച്ചത്. മറ്റേത് അഭിനയമായിരുന്നു കുറച്ച് ദിവസം. ആ അഭിനയം കഴിഞ്ഞ് യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നേതാക്കന്മാർ തന്നെ തിരിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ സ്വരൂപം കാണിക്കാൻ പറ്റിയെങ്കിൽ ഇനി വരാൻ പോകുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും. സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തകരടക്കം അടങ്ങുന്ന വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ തുടങ്ങും. കാരണം ഇതൊരു വലിയ മഹാപ്രസ്ഥാനത്തെയാണ് അദ്ദേഹം നശിപ്പിച്ച് കളഞ്ഞത്. എന്നിട്ട് അദ്ദേഹം കുത്തക മുതലാളിയായി കോടാനുകോടി രൂപ സമ്പാദിച്ചിരിക്കുകയാണ്. തട്ടിപ്പിലൂടെ മക്കൾക്കും ഭാര്യയ്ക്കും അതേപോലെ മരുമോനും സുഖമായി ജീവിക്കാനുള്ള തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ സാധാരണ അണികൾ പുറത്തേക്ക് വരും. അത് തുടക്കമിട്ടത് EP ജയരാജനാണെങ്കിൽ കേരളത്തിലെ CPM-ന്റെ സാധാരണ അണികൾ ജനക്കൂട്ടമായി അദ്ദേഹത്തോട് ഏറ്റുമുട്ടുന്നത് കാണാൻ അധികം സമയം വേണ്ട. നമുക്കത് കാത്തിരിക്കാം. അധികം നീണ്ടു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, എൻ്റെ ഒരു സംശയം കൂടിയാണ്. ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെയെല്ലാം വെട്ടിയൊതുക്കി മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന നേതാവിന് മാത്രം ആ ഒരു കൺസെഷൻ കൊടുക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വീണ്ടും തുടർഭരണം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി തന്നെയാണ് ഇത്തരം ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ CPM-ൽ പിണറായി വിജയന് സമാനരായ സമശീർഷരായ പല ആളുകൾക്കും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നു. വീണ്ടും പിണറായി വിജയൻ ഭരണത്തിലേക്ക് വരുന്നു. മൂന്നാം വട്ടവും ഭരണം പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയന് മാത്രം വീണ്ടും ഇത്തരത്തിലുള്ള പരിഗണനകളെല്ലാം കൊടുക്കുന്നു. അത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വീണ്ടും പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കെൽപ്പുണ്ട് എന്ന തരത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നാണ് പിന്നീട് പാർട്ടി ഫോറങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ മൂന്നാം വട്ടവും തോറ്റു, അല്ലെങ്കിൽ മൂന്നാം വട്ടം ഭരണം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ദയനീയമായി തോറ്റു. അങ്ങനെയെങ്കിൽ ആ സമയത്ത് പിന്നെ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഈ നേതൃത്വ നിരയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് എന്തുകൊണ്ട് പിണറായി വിജയനെ മാറ്റി നിർത്തിയില്ല? വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയന്റെ കൂടെ വോട്ട് ഇട്ടുകൊണ്ടാണ് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചു പറ്റിയത്. എങ്ങനെയാണ് ഈ പാർട്ടി പിണറായി വിജയൻ ഇത്രത്തോളം വഴിപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോഴും എന്നുള്ളതൊരു ചോദ്യം തന്നെയല്ലേ? അല്ല, വഴിപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നതൊക്കെ താൽക്കാലിക പ്രതിഭാസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ, അതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഒരൊറ്റയടിക്ക് വെട്ടിമാറ്റാൻ പറ്റില്ല. ഒരു അടിമകളെ പോലെ ഒരു പ്രത്യേക രീതിയിൽ പിണറായി വിജയൻ ഒരു ഡെവലപ്പ് ചെയ്ത് തൻ്റെ കൈപ്പിടിയിൽ ഇതൊക്കെ അനങ്ങാൻ പാടില്ല എന്നുള്ള അവസ്ഥയാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി ഒരു യഥാർത്ഥ ബോധത്തോടുകൂടി സംസാരിക്കാനുള്ള അവസ്ഥയിലേക്ക് വരാൻ കുറച്ച് സമയം വേണം. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു. അതിന് ഒരാൾ തിരികൊളുത്തിയാൽ മതി. ഒരാളല്ല ഇപ്പോൾ തിരികൊളുത്തി, പലരും കൂടി തിരികൊളുത്തിരിക്കുന്നു. ആ തിരികൊളുത്താൽ വളരെ വേഗത്തിൽ ആളിപ്പടരും. അങ്ങനെ CPM-ന്റെ അടിത്തട്ടിലേക്ക് വരെ അത് ഇറങ്ങും. അവസാനം പിണറായി വിജയനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ദിവസം വരും. അതേപോലെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെച്ച് മാറേണ്ടി വരും. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും അധിക സമയം വേണ്ട. അതിലുപരിയായിട്ട് പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ വലിയ ഭിന്നിപ്പ് തന്നെ വരും. ചിലപ്പോൾ ഒന്നോ രണ്ടോ
ഭാഗമായിട്ടല്ല പാർട്ടി മുറിയാൻ സാധ്യത, പിളരാൻ സാധ്യത. കാരണം ചില നേതാക്കന്മാർക്ക് ചില ഏരിയകളൊക്കെ വലിയ സ്വാധീനമുണ്ട്. അവർ പ്രത്യേക പാർട്ടികളായിട്ട് തന്നെ മാറാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഒന്നിച്ച് മറ്റു പാർട്ടികൾ ലയിക്കുന്ന ഒരു കാര്യവും വരാം. CMP പോലെയുള്ള അതിലേക്ക് സാധാരണക്കാരാണ് പോകും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. CPI ഒരു ഭാഗം. അങ്ങനെ ഈ പാർട്ടി എത്രയോ വർഷത്തെ 1964 പിളർപ്പിന് ശേഷം AKGയുടെയും EMSന്റെയും കൂടെ വന്ന ആ ജനപിന്തുണയുണ്ടല്ലോ, CPI എന്നുള്ള പാർട്ടിയിൽ നിന്ന് വലതുപക്ഷ വ്യതിയാനത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇടതുപക്ഷ വ്യതിയാനത്തിലേക്ക് വന്നപ്പോൾ അത് AKGയും അതേപോലെ EMSനെ പോലുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പാർട്ടിയിലേക്കാണ് ജനങ്ങൾ മാറിയത്. നേതാക്കന്മാർ കുറവായിരുന്നു. നേതാക്കന്മാരൊക്കെ ഏതിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്? CPIയിലായിരുന്നു. എന്നാൽ CPMലേക്ക് വന്നത് പ്രമുഖ, അതിൽ ഏറ്റവും ടോപ്പുള്ള ജനങ്ങളെ അറിയുന്ന ജനങ്ങളോടൊപ്പം നിന്ന നേതാക്കന്മാരാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ CPMന് ഇത്രയും ശക്തമായ പിന്തുണ ഉണ്ടായത്. അതേപോലെ ബംഗാളിലും ത്രിപുരയിലും അത് ഡെവലപ്പ് ചെയ്തത്. എന്നാൽ അതിനൊക്കെ അപജയം വന്നിരിക്കുന്നു. അത് ബംഗാളിലും ത്രിപുരയിലും ജീർണത ബാധിച്ച പാർട്ടി ഇല്ലാതായിരിക്കുന്നു. ഒരു MLA പോലും തവണ ജയിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ബംഗാളും ത്രിപുരയും മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ ഒരു MLA ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതിനു മുമ്പ് തന്നെ ഈ പാർട്ടി പൊട്ടിത്തകർന്ന് അതിൽ നിന്ന് മറ്റുള്ള പാർട്ടികളിലേക്ക് ഒഴുകും. പിണറായി വിജയനുള്ള അതിന് ഏറ്റവും സഹായകരമാണ്. അപ്പോൾ ഈ പാർട്ടി പിണറായി വിജയൻ എത്ര കാലം ഇരിക്കുന്നോ അത്രയും വേഗത്തിൽ അതിലുള്ള ജനങ്ങൾ, അതിലുള്ള അണികൾ മറ്റു പാർട്ടികളിൽ ഒഴുകിപ്പോകും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ പാർട്ടിയിൽ ഇനി ഒരു തിരുത്തൽ ഒരിക്കലും സാധ്യമല്ല. ഇത് ഇല്ലാതായി കഴിഞ്ഞ് പകരം മറ്റൊരു ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെല്ലാം കൂടി മറ്റൊരു പാർട്ടി പലതരത്തിൽ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ്. ഇപ്പോഴുള്ള RMPയും CMP എല്ലാം കൂടി ചിലപ്പോൾ യോജിച്ചേക്കാം, ചിലപ്പോൾ CPIയും യോജിച്ചേക്കാം. അതിന് തുടക്കക്കാർ V കുഞ്ഞികൃഷ്ണനും അതേപോലെ TK ഗോവിന്ദനും G സുധാകരനും ഒക്കെ മാറിയേക്കാം. എന്നാൽ പിണറായി വിജയൻ എന്താണെന്ന് സാധാരണക്കാരെ CPM അണികൾ പോലും മനസ്സിലാക്കിയ സ്ഥിതിക്ക് മറ്റു CPM നേതാക്കന്മാർക്ക് പിണറായിയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരിക്കലും ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പിണറായിക്ക് കഴിയില്ല എന്നുള്ള ബോധ്യം അവരുടെ മനസ്സിലേക്ക് കത്തിപ്പടരുമ്പോൾ പിണറായി വിജയൻ ആർക്ക് വേണം? അദ്ദേഹത്തിൻ്റെ സ്ഥാനം തീർച്ചയായും ചവറ്റുകൊട്ടയിലാണ്.